നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതിയിൽ ലഭ്യമാകുമോ എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകില്ലേ. അതേസമയം തന്നെ അത് മദ്യവ്യാപനം കൂട്ടും, കൂടുതൽ പേരെ മദ്യത്തിലേക്ക് ആകർഷിക്കും. കുട്ടികൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ അതിൻ്റെ വഴിയെ പോകുമെന്ന് ആശങ്കപ്പെടുന്ന വലിയൊരു വിഭാഗവുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് ഇന്നും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. വലിയ വിവാദമായി തന്നെ അത് നിലനിൽക്കുന്നു. അപ്പോൾ അതുൾപ്പെടെ നമുക്ക് നിരവധി വാർത്തകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സംബന്ധിച്ച് പ്രതിപക്ഷ ആരോപണത്തിൽ ഇന്നലെ ബജറ്റ് ചർച്ചയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കിയിട്ടും ആ വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ തിരുത്താൻ പ്രതിപക്ഷത്തേക്കാൾ മുന്നിലുള്ളത് വി.എം. സുധീരനാണ്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ ബാറുകൾ പൂട്ടുന്നതിലേക്ക് നയിച്ച അതേ സുധീരൻ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമ്പോഴും തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് മദ്യനികുതി വിവാദത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ വീണ്ടും അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് മുതിർന്ന നേതാവ് വി.എം. സുധീരൻ ഇന്ന് രംഗത്ത് വരുന്നത്. ഒരേ സമയം വി.ഡി. സതീശനെ വിമർശിച്ചും ചെന്നിത്തലയെ പുകഴ്ത്തിയുമായിരുന്നു വി.എം. സുധീരൻ ഇന്ന് സംസാരിച്ചത്. UDF ചേർന്ന് ചർച്ച ചെയ്യുന്നതുവരെ കാത്തിരിക്കാതെ തീരുമാനം പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് വി.എം. സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ബജറ്റിൽ നികുതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പാർട്ടി തലത്തിലും UDF തലത്തിലും ചർച്ച നടത്തേണ്ടിയിരുന്നു. അങ്ങനെ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ ഒരു വാദം എന്ന് പറയുന്നത് ഇത് ഒരു അന്തിമ തീരുമാനമല്ല, താൻ നികുതി നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്, UDF ആയിരിക്കും തീരുമാനം ആ കാര്യത്തിൽ എടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം. അവിടെയാണ് വി.ഡി. സതീശൻ തിരുത്തു പറയുന്നത്. അത് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിനു മുൻപ് ചർച്ച നടക്കേണ്ടിയിരുന്നു. അത് UDF തലത്തിലും ഒപ്പം തന്നെ പാർട്ടി തലത്തിലും ചർച്ച നടത്തിയിട്ടായിരുന്നു പ്രഖ്യാപിക്കേണ്ടത് എന്നതാണ് വി.എം. സുധീരൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നും പറയുകയാണ് അദ്ദേഹം. സഭയിൽ ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രൊപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമെന്നും വി.എം. സുധീരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDFന്റെ മദ്യനയത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശക്തമായി വിമർശിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴുള്ള നിലപാടുകൾ മുഖ്യമന്ത്രി പിന്തുടരണമെന്ന ഒരു ഉപദേശം കൂടി വി.എം. സുധീരൻ നൽകുന്നു. അക്കാര്യങ്ങൾ ഉൾക്കൊണ്ട് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. UDFന്റെ പ്രഖ്യാപിത നയത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയേ മതിയാകൂ എന്നും വി.എം. സുധീരൻ പറയുകയാണ്. അപ്പോൾ അത് ശക്തമായ വാക്കുകളാണ്. 3 നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറയുന്നത്, പാലിക്കണമെന്ന് പറയുന്നു. നമുക്കറിയാം, വാക്ക് പാലിക്കുന്നില്ല, നിലപാടുകൾ മാറ്റുന്നു എന്നൊരു ആക്ഷേപം നേരിടുമ്പോഴാണ് വി.എം. സുധീരൻ ഈ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. LDF ഇത് കൊണ്ടുവന്ന കാലത്ത് ശക്തമായി അതിനെ വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അന്ന് വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇടതുപക്ഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യും എന്ന് കരുതുന്ന സാഹചര്യം അവരൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് UDFന്റെ പ്രഖ്യാപിത നയമാണിത്. ആ നയത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തീരുമാനം പിൻവലിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ഉചിതം. നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഓരോ തീരുമാനവും സ്വീകരിക്കുന്ന ഓരോ നടപടിയും അങ്ങേയറ്റം ഔചിത്യം നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് നീക്കാൻ. സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ല. സന്ദർഭവശാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ പോലെ ഇത്രയേറെ ജനപിന്തുണ നിലവിൽ വന്ന ഗവൺമെൻറ്റുകൾ വളരെ വിരളമാണ്. അതുകൊണ്ടൊരു മാതൃകാ ഗവൺമെൻറ്റായി ഇത് പ്രവർത്തിക്കപ്പെടുത്തിയെന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ തീരുമാനം സുതാര്യത നിലനിർത്തി നേരെ ചൊവ്വേ കാര്യങ്ങൾ ജനങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു കാരണവശാലും പിൻവാതിൽ നടപടികളില്ലാതെ
ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടിയിരുന്നു. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനിയെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ച് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഏറ്റവും ഉചിതം. ഇനി അതിന് വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് വി എം സുധീരന് സർക്കാരിനോട് പറയാനുള്ളത്. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ആഭ്യന്തര വകുപ്പിന് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വി എം സുധീരൻ. അക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് വി എം സുധീരൻ. ആ വി എം സുധീരനാണ് വി ഡി സതീശനോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, നിലപാടുകളുടെ രാജകുമാരനായിട്ടാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അറിയപ്പെട്ടിരുന്നത്. ആ വി ഡി സതീശനോട് ഇന്ന് വി എം സുധീരന് പറയേണ്ടി വരികയാണ്, പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണം, അതായത് നിങ്ങൾ വാക്ക് പാലിക്കണം എന്നതാണ് മുതിർന്ന നേതാവായ വി എം സുധീരൻ മുഖ്യമന്ത്രിയോട് പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ഭരണത്തിൽ വിമർശനം നേരിട്ടത് അവിടെ കൂടിയാലോചിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല, എല്ലാം ഏകപക്ഷീയമായി തീരുമാനിക്കപ്പെടുന്നു, അത് പിണറായി വിജയന്റെ തീരുമാനം മാത്രമായി എല്ലാം മാറുന്നു എന്നതാണ്. അവിടെ ഒരു ഏകാധിപതിയായി പിണറായി വിജയൻ ഉണ്ടാകുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ വിമർശനം. അതിൽ തന്നെയാണ് ഇപ്പോൾ വി എം സുധീരനും വിരൽ ചൂണ്ടുന്നത്. കൂട്ടായ തീരുമാനമാണ്. UDF-നെ സംബന്ധിച്ച് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം, വളരെ സൂക്ഷ്മമായിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഔചിത്യത്തോടു കൂടി വേണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയും തിരുത്ത് വേണം ഈ സർക്കാരിന് ഒരു മാസം പിന്നിടുമ്പോൾ എന്നതാണ് വി എം സുധീരൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു തിരുത്തുണ്ടാവുകയാണ്. ആ തിരുത്തുണ്ടാകുമ്പോൾ അതെങ്ങനെ വേണം എന്നതുകൂടി വി എം സുധീരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യം ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ട് വേണം അവിടെ തിരുത്തൽ നടപടികൾ ആരംഭിക്കാൻ എന്നതാണ്. പക്ഷേ അതല്ല ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അത് UDF-ന് തീരുമാനിക്കാം എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ വി ഡി സതീശനെ പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് പ്രതിപക്ഷവും നീങ്ങുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ നികുതി ഇളവ് ചെയ്തു കൊടുത്ത് കൈയോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണകൾ പറയുകയാണ് എന്ന് മുൻമന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. വേഗത്തിലും തിടുക്കത്തിലുമാണ് നികുതി ഇളവ് നടപ്പാക്കാനുള്ള ഫയൽ നീക്കം നടന്നത്. MP ഗോവിന്ദന്റെ കാലത്താണ് എല്ലാത്തിനും തുടക്കമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവാസ്തവമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെ സതീശൻ ബാറുകൾ അടച്ചുപൂട്ടട്ടെ എന്നും MP രാജേഷ് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ സൂത്രത്തിൽ നികുതി കുത്തനെ കുറച്ചു കൊടുത്ത് മദ്യകുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MP ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രി ആയപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം തുടങ്ങിയത് എന്നാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് ഉമ്മൻചാണ്ടിയുടെ ബാർ കൂട്ടലിനെ എതിർത്തയാളാണ് ശ്രീ വി ഡി സതീശൻ. ഇപ്പൊ അദ്ദേഹം പറയാനു അന്ന് ഉമ്മൻചാണ്ടി എല്ലാം പൂട്ടി, നിങ്ങളെല്ലാം തുറന്നു എന്ന്. അതാണ് ശരിയായ നയം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കയ്യിലെ അധികാരം തെറ്റായ നയമൊക്കെ തിരുത്താൻ അവതരിച്ച അവതാരമാണെന്നാണല്ലോ പറയുന്നത്. എന്നാ പിന്നെ എല്ലാം കൂട്ടുണ്ട്. അതേസമയം വിമർശനങ്ങൾ ഇങ്ങനെ ശക്തമാകുമ്പോഴും പിന്നോട്ടില്ല എന്ന സൂചനകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകുന്നത്. തീരുമാനം ധനബില്ലിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. 1-ാം തീയതി ബിൽ പാസാക്കും മുൻപ് പാർട്ടിയിലും മുന്നണിയിലും സമവായം ഉണ്ടാക്കാനാണ് വി ഡി സതീശന്റെ ശ്രമം. തുടരെ സർക്കാർ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിയുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഒരു കീഴ്വഴക്കമാകും അത്തരം പിന്മാറ്റലുകൾ. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഉള്ള ഒരു സമവായത്തിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെ സതീശൻ ബാറുകൾ അടച്ചുപൂട്ടട്ടെ എന്നാണ് MP രാജേഷ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. വി എം സുധീരനുമായുള്ള തർക്കമാണ് അന്ന് 5 സ്റ്റാർ ഒഴികെ മുഴുവൻ ബാറുകളും അടച്ചിടാൻ ഉമ്മൻചാണ്ടിയെ പ്രേരിപ്പിച്ചത്.
സമാന നിലയിൽ VM സുധീരൻ നിലപാട് കടുപ്പിക്കുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായകമായത് സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടാണ്. ജനപിന്തുണ VD സതീശനാണെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചവരിൽ പ്രധാനിയാണ് സുധീരൻ. ആ സുധീരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ VD സതീശൻ വഴങ്ങുമോ അതോ ഉമ്മൻചാണ്ടിയെപ്പോലെ മറുതന്ത്രം പ്രയോഗിക്കുമോ? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശബരിമല മേൽശാന്തി നിയമനത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ മാനദണ്ഡങ്ങൾ മറികടന്നാണ് വ്യാജരേഖ ചമച്ചുകൊണ്ട് മേൽശാന്തിയായി എന്നതിന്റെ തെളിവുകൾ ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മെഗാ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയാണ്. ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിമല മേൽശാന്തി ED പ്രസാദിന്റെ നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കും. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ നടപടി വരുന്നത്. ശബരിമലയുടെ വിശുദ്ധിയും പരിശുദ്ധിയും കാക്കാനുള്ള മുഖ്യ ബാധ്യത മേൽശാന്തിക്കാണ്. മണ്ഡല മകരവിളക്ക് കാലവും മാസപൂജകളും കഴിഞ്ഞ് തന്ത്രിയടക്കം മലയിറങ്ങുമ്പോഴും പുറപ്പെടാശാന്തിമാരായി മേൽശാന്തിമാർ സന്നിധാനത്തുണ്ടാകും. അത്രയ്ക്കും പവിത്രമായ കരങ്ങളിലേക്കാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തി ആയത്. ED പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ ED പ്രസാദ് തെറ്റായ വിവരം നൽകിയതിന്റെ വിവരമുൾപ്പെടെയായിരുന്നു ന്യൂസ് 18 ഇന്നലെ ആ വാർത്ത നൽകിയത്. ആ വാർത്തയിലാണ് തുടർ നടപടികൾ എടുക്കാൻ അധികൃതർ നിർബന്ധിതമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ നടപടികളിലേക്ക് നയിച്ച ന്യൂസ് 18 പുറത്തുവിട്ട ഇന്നലത്തെ ആ വാർത്തയൊന്ന് കാണാം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിമുഖത്തിന് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യത. പൂജാതി കർമ്മങ്ങളിലെ അവഗാഹവും അനുഭവ പരിചയവും മാത്രമല്ല, അയ്യപ്പനെ സേവിക്കാനെത്തുന്ന വ്യക്തി യോഗി തുല്യനായിരിക്കണമെന്ന സങ്കല്പത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ചട്ടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ദിവസേന 3 പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്നാണ് പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന്. വ്യക്തി സമർപ്പിക്കുന്ന വിവരങ്ങൾ അതേപടി അംഗീകരിക്കുകയല്ല, ഇഴകീറി പരിശോധിച്ച് പോലീസും വിജിലൻസും നൽകുന്ന ശുപാർശയിലാണ് ഒടുവിൽ നിയമനം നടക്കുന്നത്. സർക്കാർ ജോലിയിലും മറ്റും ഇല്ലാത്ത യോഗ്യത അവകാശപ്പെട്ട് നിയമനം നേടിയെടുത്തത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ശബരിമല മേൽശാന്തി നിയമനത്തിലും ഇത്തരം തട്ടിപ്പ് നടക്കുമോ? നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ദേവസ്വം ബോർഡിന്റെ നിബന്ധന പ്രകാരമുള്ള യോഗ്യതയില്ലാതെയാണ് ശബരിമല മേൽശാന്തിയായത്. ശബരിമല മേൽശാന്തി നിയമനം പൂർണ്ണമായും ദൈവനിയോഗമെന്നാണ് വിശ്വാസം. അപേക്ഷകരിൽ നിന്നും അഭിമുഖം വഴി യോഗ്യത നേടുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് പുതിയ മേൽശാന്തിയെ നിയമിക്കുന്നത്. മാനുഷികമായ ഇടപെടലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അയ്യപ്പസ്വാമിയുടെ ഇഷ്ടം ഇതിൽ പ്രതിഫലിക്കുന്നുവെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. എന്നാൽ ED പ്രസാദിന്റെ നിയമനത്തിൽ പല അട്ടിമറികളും നടന്നെന്നാണ് തെളിവുകൾ. ED പ്രസാദ് നമ്പൂതിരി മാനദണ്ഡമനുസരിച്ച് ശബരിമല മേൽശാന്തിയാകാൻ യോഗ്യനല്ല എന്നതിന്റെ രേഖകളാണിത്. 3 പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയാകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തി. മേൽശാന്തിയാകാനുള്ള അപേക്ഷയിൽ ED പ്രസാദ് എഴുതി നൽകിയിരിക്കുന്നത് നോക്കുക. 15 വർഷക്കാലത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പരിചയമാണ് വിവരിക്കുന്നത്. ഇതിൽ 2 കാലഘട്ടങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ടുണ്ടെന്നാണ് ED പ്രസാദ് ദേവസ്വം ബോർഡിന് സമർപ്പിച്ച രേഖകളിലുള്ളത്. കൊച്ചി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ 2 തവണ നൽകിയ അനുഭവ പരിചയ റിപ്പോർട്ടിലും ഇത് ശരിവെക്കുന്നു. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തി നിയമനത്തിന് യോഗ്യനെന്ന് തോന്നാം. പക്ഷേ ഇനി ഈ രേഖ നോക്കുക. ED പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിലല്ല, കീഴ്ക്കാവിലാണ്. അതായത് ദിവസേന 2 പൂജകൾ മാത്രം നടക്കുന്ന ഉപദേവാലയത്തിൽ. ചോറ്റാനിക്കര ദേവസ്വം അധികൃതർ നൽകിയ വിവരാവകാശ മറുപടിയിൽ ഇത് വ്യക്തമാണ്.
അതായത് 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. ചോറ്റാനിക്കരയിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഭഗവതി മേൽക്കാവ് ക്ഷേത്രവും 2 ഈ കാണുന്ന കീഴ്ക്കാവ് ക്ഷേത്രവും. ഈ കീഴ്ക്കാവ് ക്ഷേത്രത്തിലാണ് ED പ്രസാദ് നമ്പൂതിരി 2 തവണ മേൽശാന്തിയായിരുന്നിട്ടുള്ളത്. കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ ദിവസേന 2 പൂജകൾ മാത്രമാണുള്ളത്. പ്രസാദ് നമ്പൂതിരി അപേക്ഷയിൽ എഴുതി നൽകിയിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രമെന്ന് മാത്രമാണ്. കീഴ്ക്കാവെന്ന് ബോധപൂർവം സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റിൽ ഇത് മേൽക്കാവായി മാറുന്നു. അതായത് ചോറ്റാനിക്കര പ്രധാന ക്ഷേത്രത്തിൽ പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു നൽകുന്നു. ചോറ്റാനിക്കര മേൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രസാദ് സേവനം ചെയ്തെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് വ്യക്തം. അദ്ദേഹം ഇവിടുത്തെ കീഴ്ശാന്തി മാത്രമായിട്ടുള്ളൂ. നമ്മുടെ ശിവൻ ശാസ്താവ് അങ്ങനെയുള്ളവിടെ മാത്രമായിട്ടുള്ളൂ. കീഴ്ക്കാവിലെ കീഴ്ക്കാവില് ശാസ്താവ് ശിവൻ, ഞാൻ പറഞ്ഞില്ല വേറെ 3 കീഴ്ശാന്തിമാർ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ മേൽക്കാവിലെ കൂടാതെ. ഓക്കെ, അവിടെ മാത്രം അദ്ദേഹം ആയിട്ടുള്ള അത് കീഴ്ക്കാവിൽ അത് മേൽശാന്തി എന്നാണോ അറിയപ്പെടുന്നത്, അതോ കീഴ്ശാന്തി എന്നാണോ? കീഴ്ശാന്തി. അത് കീഴ്ശാന്തി ആവോളെ. കീഴ്ക്കാവ് ശാന്തിക്കാരാണ്. ഓ, പിന്നെ അപ്പൊ പക്ഷെ മേൽക്കാവിൽ അദ്ദേഹം മറ്റേ ഇതായിട്ട് വേറെ ഒരു പോസ്റ്റ് വരുന്നിട്ടില്ല അല്ലെ? ഇല്ല. 3 നേരം പൂജയില്ലാത്ത ചോറ്റാനിക്കര കീഴ്ക്കാവ് ക്ഷേത്രത്തിൽ 2015 മുതൽ 17 വരെയും 2019 മുതൽ 20 വരെയുള്ള കാലയളവിൽ സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള യോഗ്യതയായി കണക്കാക്കില്ല. കീഴ്ക്കാവ് ക്ഷേത്രത്തിലെ 2016-2019 സേവന കാലയളവ് മേൽക്കാവ് മേൽശാന്തി എന്ന് തിരുത്തി എഴുതിയാണ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചത്. ഇനി ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തി ആകണമെങ്കിൽ പോലും 45 വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് മാനദണ്ഡം. 2015 ED പ്രസാദ് ചോറ്റാനിക്കര മേൽക്കാവിൽ മേൽശാന്തിയായെന്ന വ്യാജരേഖ ഉണ്ടാക്കിയപ്പോൾ ആ പ്രായപരിധിയെക്കുറിച്ച് അപേക്ഷകനും ഈ തിരിമറിക്ക് കൂട്ടുനിന്നവരും ഓർത്തില്ല എന്നതാണ് വസ്തുത. അതായത് 2015 ED പ്രസാദിന് 35 വയസ്സ് മാത്രമാണ് പ്രായം. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന് മുൻപ് പരിശോധന നടത്തിയവരും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരും ഈ തിരിമറി തിരിച്ചറിയാതെ പോയതാണോ, അതോ ഉന്നത ഇടപെടൽ കാരണം കണ്ണടച്ചതാണോ? ഇതുകൊണ്ടും തീർന്നില്ല പ്രസാദിന്റെ കള്ളക്കളികൾ. 2022 മുതൽ ശബരിമല മേൽശാന്തിയാകുന്നതുവരെയും പ്രസാദ് സേവനം ചെയ്ത തൃശൂർ ആറേശ്വരം ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ച് കൂടി അറിയണം. ആറേശ്വരം ക്ഷേത്രത്തിൽ 2 പൂജകളാണ്. രാവിലെ പൂജയും വൈകിട്ട് പൂജയാണ് ഉള്ളത്. സാധാരണ നടക്കുന്ന പൂജ മാത്രമാണുള്ളത്. ഒരു ജനകീയ അമ്പലമായതുകൊണ്ട് രാവിലെ 6 മണിക്ക് തൊട്ട് 10 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുമാണ് പൂജ നടക്കാറുള്ളത്. നിവേദ്യം അമ്പലത്തിലെ നിവേദ്യം പൂജ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ മറ്റു അമ്പലങ്ങളിൽ വലിയ അമ്പലങ്ങളിലും മാതിരിയുള്ള നിവേദ്യ പൂജകൾ അങ്ങനെ അല്ല നമ്മുടെ അമ്പലത്തിലുള്ളത്. 2 പൂജകൾ മാത്രമുള്ള ആറേശ്വരം ക്ഷേത്രത്തിൽ പ്രസാദ് സേവനം ചെയ്തത് ശബരിമല മേൽശാന്തിയാകാനുള്ള മാനദണ്ഡം പൂർണ്ണമായും ലംഘിക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായോ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18. അപ്പോൾ നിബന്ധനകൾ അട്ടിമറിച്ച് വ്യാജരേഖകൾ ചമച്ച് നടന്ന ED പ്രസാദിന്റെ നിയമനത്തെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ പരിശോധന നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മേൽശാന്തിയെ നിയമിച്ചത് കഴിഞ്ഞ ദേവസ്വം ബോർഡാണ്. അടുത്ത മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റായ രീതിയിലാണ് നിയമനമെങ്കിൽ നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കാലത്ത് ചെയ്തതല്ല, കഴിഞ്ഞ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പുതിയ മേൽശാന്തി നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ആയി.
ഏതായാലും ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് അത് പരിശോധിക്കുക മാത്രമല്ല, ഇനി നടത്താൻ പോകുന്ന മേൽശാന്തി നിയമനത്തിൽ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഈ വാർത്ത എനിക്കൊരു പ്രേരണയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനൊന്നും ഒരു സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിച്ചല്ലേ പറ്റുള്ളൂ. കാരണം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ വാർത്ത ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അത് നോക്കാം. ഏതായാലും പുതിയ മേൽശാന്തി നിയമനത്തിലേക്കുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ചെയ്യാൻ ഈ വാർത്ത ഒരു പ്രേരണയായി, അത് ഭഗവാന്റെ ഇച്ഛയായിട്ടാണ് ഞാൻ കരുതുന്നത്. അവിടെയായിരുന്നു ആദ്യ ഇടപെടൽ അല്ലെങ്കിൽ തിരുത്തുണ്ടാകുമെന്നതിന്റെ സൂചനകൾ. ഒപ്പം തന്നെ ED പ്രസാദിനെ മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാനുള്ള നീക്കവും കൂടിയുണ്ട്. നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ അടിസ്ഥാനമാക്കി നിയമ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്ന് പന്തളം രാജകുടുംബാംഗവും പറയുന്നു. രാജവർമ്മയാണ് അക്കാര്യം സൂചിപ്പിച്ചത്. DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് പന്തളം രാജകുടുംബാംഗം പരാതി നൽകിയിരിക്കുന്നു. അതീവ ഗൗരവതരമാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിലെ കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പരാതി DGPയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് രാവിലെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് DGPക്ക് അഡ്രസ് ചെയ്തിട്ട് അതിന്റെ കോപ്പിയാണ് ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ശബരിമല മേൽശാന്തിയുടെ കാര്യത്തെ പറ്റി ഡോക്യുമെന്റ്സ് മുഴുവൻ വെരിഫൈ ചെയ്യാതെ അത് നോക്കാൻ നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഇതിനകത്ത് അത് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധാരണ രീതിയിൽ സർക്കാർ ഇടപെടാറില്ല. ഇത് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആയത് കാരണം ദേവസ്വം ബോർഡും തന്ത്രിയും കൂടാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. തന്ത്രി ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇത് പ്രാചീന കാലം മുതൽ തന്നെ ഇങ്ങനൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2006, 2007, 2010 കാലങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ടുള്ള പല സംശയങ്ങളും അപരാധങ്ങളെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പുറത്ത് പണത്തിന്റെ ഇടപാടുകൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം നമ്മുടെ കാര്യമായിട്ടുള്ള തെളിവുകളില്ല. ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു സ്ഥാനത്തിലേക്ക് പിടിച്ചുപറ്റാൻ വേണ്ടി പല സ്വാധീനങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ രാജകുടുംബാംഗം പറയുന്നതനുസരിച്ച് അവർക്ക് നേരത്തെ തന്നെ ഇത്തരം സംശയങ്ങളുണ്ടായിരുന്നു, നേരത്തെ തന്നെ പരാതികളുണ്ടായിരുന്നു. പക്ഷേ അത് പരാതിപ്പെടാൻ ആവശ്യമായ തെളിവില്ലായിരുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെയാണ് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള നീക്കങ്ങൾ, അധികൃതരുടെ ഇടപെടലുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കോടതിയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുമ്പോൾ കോടതിയുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇന്നുണ്ടായി. ശബരിമല മേൽശാന്തി നിയമനത്തിന് പണം വാങ്ങുന്നതായുള്ള ഒരു വെളിപ്പെടുത്തലാണ് ന്യൂസ് 18ലൂടെ ഇന്ന് ഒരു ശാന്തി നടത്തിയിരിക്കുന്നത്. ശബരിമല മുൻ കീഴ്ശാന്തിയായിരുന്ന സുരേഷ് R. പോറ്റിയാണ് ഇക്കാര്യങ്ങൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. 5 ലക്ഷം രൂപ അഡ്വാൻസ് ഇതിനായി നൽകണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ മുഖ്യ പുരോഹിതർക്ക് വരെ പണം നൽകണം. തന്നോട് 5 ലക്ഷം രൂപ മുൻകൂറായി ആവശ്യപ്പെട്ടു. പണം കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തനിക്ക് നിയമനം കിട്ടിയില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിനകത്ത് മുഖ്യ പുരോഹിതർ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ വരെ ഇതിനകത്ത് ഭാഗവാക്കാണ്. കഴിഞ്ഞ വർഷവും എന്നോട് ഒരു മുഖ്യ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇത്ര കാശ് വേണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് കുറച്ച് പൈസ എന്നോട് മേടിച്ചിരുന്നു. എന്നിട്ട് ബോർഡ് ഭാരവാഹികളെ പ്രസിഡന്റിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പ്രസിഡന്റിനെ പോയി കണ്ടു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇന്നാണ് എൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ സാഹചര്യം എല്ലാം കൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നു. എത്ര രൂപ ആവശ്യപ്പെട്ടത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? ഒരു മുഖ്യ പുരോഹിതനായിട്ടുള്ള ഒരാൾ എന്നോട് ഒരു 3 ലക്ഷം രൂപ വരെ മേടിച്ചു. കഴിഞ്ഞ വർഷം മാത്രം? കഴിഞ്ഞ വർഷം മേടിച്ചു. അതിനുശേഷം ബോർഡ് ഭാരവാഹികളെ കാണാൻ പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടും അവർ ചോദിക്കുന്ന 5 ലക്ഷം രൂപ വേറെ. ഇത് കൈക്കൂലി ആയിട്ടാണോ ചോദിക്കുന്നത്? ഫൈനൽ ലിസ്റ്റ് വരാനാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂ വരെ എത്തിയായിരുന്നു? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നറുക്കെടുപ്പ് ലിസ്റ്റിൽ വരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ. അതിൽ നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇതിനകത്തെ ഡീലിങ്സ്. പിന്നെ ഇന്റർവ്യൂ ആണ് ഇതിനകത്ത്. മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്ന അങ്ങ് ഉദ്ദേശിക്കുന്നത് തന്ത്രിയാണ്? മുഖ്യ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പേര് വെളുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത്
അന്വേഷണങ്ങൾ അതിൻ്റെ വഴിക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അങ്ങ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് മൊഴി നൽകിയൊരു വ്യക്തി കൂടിയാണല്ലേ? SIT എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ അതെന്തോ അന്നത്തെ ആ 2011-12 ആ കാലഘട്ടത്തിൽ കീശാന്തിയായിട്ടിരുന്നതാണ്. അപ്പോൾ അന്നത്തെ അവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ്. വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ കീശാന്തി എന്ന് പറഞ്ഞാൽ മേശാന്തിയേക്കാളും ഉത്തരവാദിത്തമാണ് കീശാന്തിക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ആ വിഷയത്തിൽ ദേവസ്വം മന്ത്രി കൂടി പ്രതികരിച്ചു. മേൽശാന്തി നിയമന വിവാദത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിക്കുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നിയമനത്തിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്തയോടായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണം പറയാൻ. ഞാനിങ്ങനെ ചാനൽ വാർത്തകൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാര്യങ്ങൾ പരിശോധിക്കാം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്തും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വിശ്വാസപരമായ വിഷയമാണ്. എത്രയോ പവിത്രമായി കാണപ്പെടുന്ന ഒരു സ്ഥാനമാണ്. അവിടേക്ക് പോലും തട്ടിപ്പും വെട്ടിപ്പും ഒപ്പം തന്നെ പണപ്പിരിവും നടക്കുന്നു എന്നതിൻ്റെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വളരെ സുതാര്യമെന്ന് കരുതുന്ന പ്രക്രിയയിലാണ് ഇത്രയധികം തട്ടിപ്പ് നടന്നതിൻ്റെ വിവരങ്ങൾ തെളിവ് സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ, നടപടികൾ ഉണ്ടാകട്ടെ, ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഈ തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാകട്ടെ, ജാഗ്രതയും ഉണ്ടാകട്ടെ. നമുക്കൊരു ചെറിയ ഇടവേള. പശ്ചിമേഷ്യൻ സാഹചര്യം എന്താണ് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡിൽ താൽക്കാലിക സമാധാന കരാർ രൂപം കൊണ്ടതിന്റെ ആശ്വാസത്തിലാണ് ലോകം. കപ്പലുകൾ ഹോർമുസ് കടന്നതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില യുദ്ധം തുടങ്ങും മുൻപുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തേക്കുള്ള 30 കപ്പലുകൾ ഹോർമുസ് കടന്നു. 24 കപ്പലുകൾ കാത്തിരിപ്പിലുമാണ്. കൂടുതൽ കപ്പലെത്തുന്നതോടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല, ലോകത്താകെ ആ രീതിയിലുള്ള ഒരു സമാധാനം നിലനിൽക്കുകയാണ്. പ്രതീക്ഷ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറാം എന്ന പ്രതീക്ഷ. എന്നാൽ ഈ സമാധാന കരാർ മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി കരാർ പാലിക്കുന്നുവെന്ന് ഇരു രാഷ്ട്രങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഘട്ടം വളരെ പ്രധാനവും ഏറ്റവും നിർണായകവുമാണ്. ഏറ്റവും തർക്ക വിഷയങ്ങളായ ഹോർമുസും ആണവ വിഷയവും പരിഹരിക്കുകയാണ് ഇനിയുള്ള വെല്ലുവിളി. അതിനുള്ള സമയമാണിനി. ഇതിൽ ഇപ്പോഴും അമേരിക്കയും ഇറാനും തമ്മിൽ വാക്പോര് നടക്കുന്നതാണ് പക്ഷെ നമ്മൾ കാണുന്നത്. അത് ഈ സമാധാന കരാറിന്റെ ആയുസ്സിന് വെല്ലുവിളിയാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ തർക്കം പ്രധാനമായും ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഹോർമുസിൽ ഒരു പുതിയ സമുദ്ര ഭരണ സംവിധാനം നിലവിൽ വരികയാണെന്നും അവിടെ നിയന്ത്രണവും പരമാധികാരവും കൂടുതൽ വ്യാപിപ്പിക്കുമെന്നുമാണ് ഇറാൻ വാദിച്ചു വരുന്നത്. അന്തിമ കരാറുണ്ടായാലും ചില ഫീസുകൾ ഈടാക്കുമെന്ന നിലപാടാണ് ഇറാന് ഈ വിഷയത്തിലുള്ളത്. ടോൾ എന്നതൊക്കെ മാറ്റി ഇറാൻ അതിനെ സർവീസ് ഫീസ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ടോൾ ഫീസ് എന്ന ആശയത്തിൽ നിന്ന് നാവിഗേഷൻ, സുരക്ഷ, സമുദ്ര സേവനങ്ങൾ എന്നിവയ്ക്കുള്ള സേവന ഫീസ് ഈടാക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ ഇറാൻ അതിനെ ചിത്രീകരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം പക്ഷേ ടോൾ ഫീസ് അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ട് അത് തുടരാനുള്ള സാധ്യതകൾ ഇറാൻ തേടുന്നത്. അപ്പോൾ ഇറാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എന്താണോ സാഹചര്യം, ഈ സമാധാന ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷം എന്താണോ ഹോർമുസിലെ സാഹചര്യം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എന്താണോ ഹോർമുസിലെ സാഹചര്യം, അതിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. ഈ കരാറിന്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. പക്ഷേ ഇറാൻ അതിന് തയ്യാറല്ല. അവിടെയാണ് മാർക്കോ റൂബിയോയുടെ സന്ദേശം പ്രധാനപ്പെട്ടതാകുന്നത്. ബഹ്റൈനിലെ സന്ദർശനത്തിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഹോർമുസ് കടലിടുക്കിലെ ഫീസ് സംബന്ധിച്ച വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അതിനെ ടോൾ എന്ന് വിളിച്ചാലും ഫീസ് എന്ന് വിളിച്ചാലും അത് വാക്കുകളുടെ വ്യത്യാസം മാത്രമാണ്. അതിനാൽ ടോളെന്നോ സേവന ഫീസെന്നോ വിളിക്കുന്നതിലൂടെ കാര്യത്തിന്റെ ഗൗരവം മാറുന്നില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളിൽ പുതിയ സാമ്പത്തിക ബാധ്യതകൾ ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കില്ല എന്നതാണ് മാർക്കോ റൂബിയോ സംശയത്തിനിട നൽകാതെ പറയുന്നത്. ഇത് ഇറാന്റെ നിലപാടിന് നേരിട്ടുള്ള മറുപടിയായാണ് കണക്കാക്കപ്പെടുന്നത്. പേരുമാറ്റം കൊണ്ട് മാത്രം അതിന്റെ സ്വഭാവം മാറില്ല. പണം ഈടാക്കുന്നത് അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല,
ആണവ വിഷയത്തിലുമുണ്ട് ഏറ്റുമുട്ടൽ. ഇപ്പോൾ IAEA പ്രതിനിധികൾ ഇറാൻ സന്ദർശിക്കാനുള്ള യാതൊരു പദ്ധതിയുമില്ല എന്നതാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ 60 ദിവസത്തെ സമയമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുന്നിലുള്ളത്. പക്ഷേ ഇറാൻ പറയുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയില്ല. റൂബിയോയുടെ രണ്ടാമത്തെ സന്ദേശം ഇറാന്റെ ഈ നിലപാടിനുള്ളതാണ്. ഈ ആണവ വിഷയത്തെക്കുറിച്ച് റൂബിയോ പറയുന്നത് ആണവ കരാറിന്റെ ഭാഗമായി സ്ഥിരീകരിക്കാനാകുന്ന നടപടികൾ വേണം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അത്തരം സ്ഥിരീകരണം നൽകാൻ കഴിയുന്ന ഏക സ്ഥാപനം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഏജൻസിയുടെ പരിശോധന നടന്നേ പറ്റുകയുള്ളൂ എന്നതാണ് മാർക്കോ റൂബിയോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഫീസ് വിഷയവും ആണവ പരിശോധനാ വിഷയവും വരാനിരിക്കുന്ന ദിവസങ്ങളിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ IRGCയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് ഒരു രാജ്യത്തിന്റെ കപ്പലുകളും കടക്കാൻ ശ്രമിക്കരുത് എന്നതാണ് IRGC നൽകുന്ന മുന്നറിയിപ്പ്. ലംഘിച്ചാൽ നടപടി എന്നതാണ് ഭീഷണി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഊർജ്ജ കയറ്റുമതിക്ക് അത്യന്തം നിർണായകമായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ സഞ്ചരിക്കരുത് എന്നതാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കപ്പലുകൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നതാണ് IRGCയുടെ മുന്നറിയിപ്പ്. അതൊരു പ്രസ്താവനയിലൂടെയാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഏക പാത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രഖ്യാപിച്ച പാതയാണ്. അനുമതിയില്ലാതെ കടലിടുക്ക് കടക്കുന്നത് സ്വീകാര്യമല്ലാത്തതും അതീവ അപകടകരമായ ഒരു കാര്യവുമാണ് എന്നതാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം പുതിയ ഒരു കപ്പൽ പാതയെ ചൊല്ലിയുള്ള തർക്കം എന്നതിലേക്ക് കൂടി IRGC വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷേ അത് എന്താണ് എന്നത് അവർ വ്യക്തമാക്കുന്നില്ല. ചിലർ പ്രഖ്യാപിച്ച പുതിയ കപ്പൽ പാതയെയും IRGC വിമർശിക്കുകയാണ്. അവർ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയില്ല എങ്കിലും ഇത് ഒമാനും അന്താരാഷ്ട്ര സമുദ്ര സംഘടനയും ചേർന്ന് പ്രഖ്യാപിച്ച പുതിയ സുരക്ഷിത പാതയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിനെതിരെയും ഭീഷണി ഉയർത്തുകയാണ്. എന്താണ് ഈ IRGC പരാമർശിച്ച ഈ പുതിയ കപ്പൽ പാത എന്നതുകൂടി നോക്കാം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് ഒമാൻ ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നതാണ് ഒമാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യാന്തര നിയമങ്ങളും സമുദ്ര നിയമ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും യാതൊരു ടോൾ ചാർജും ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട ധാരണകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഒമാൻ അധികൃതർ അറിയിക്കുന്നത്. പുതിയ സമുദ്ര ഇടനാഴി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് IMOയും ഒമാൻ അധികൃതരും പ്രഖ്യാപിക്കുന്ന പ്രത്യേക കോർഡിനേറ്റുകൾ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ സുരക്ഷിതവും ക്രമബദ്ധവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കപ്പലുകൾ നേരിട്ട് IMOയുമായി മുൻകൂട്ടി ഏകോപനം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനും സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയായാണ് ഈ നീക്കത്തെ ഒമാൻ വിലയിരുത്തുന്നത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഈ നീക്കത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഹോർമുസ് കടലിലൂടെ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി പുതിയ പാത പ്രഖ്യാപിച്ച ഒമാന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം അറിയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം പുതിയ പാതയെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ IRGCയുടെ നിയന്ത്രണത്തെ ഭാഗികമായി മറികടക്കാൻ ഉള്ളതാണ് എന്നതാണ് കരുതുന്നത്. അപ്പോൾ ഇറാൻ ഒരു വലിയ ഭീഷണിയാണ് ഈ യുദ്ധസമയത്ത് അവിടെ ഉയർത്തിയിരുന്നത്. 100-ലധികം ദിവസം ഹോർമുസ് അടഞ്ഞു കിടന്നതോടെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നത് എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് ഈ ബദൽ പദ്ധതിയുമായി ഒമാൻ രംഗത്ത് വരുന്നത്. അവിടെ ഇറാന് വലിയ ആശങ്കകളും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. ഈ സമാധാന പ്രക്രിയയുടെ ഭാഗമായ ഹോർമുസിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ളൊരു ഫീസ് ഈടാക്കിയേ മതിയാകൂ എന്നതാണ് ഇറാൻ കടുപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന് കനത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. സ്വിറ്റ്സർലൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പുതിയ താൽക്കാലിക സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കാൻ ഇറാൻ മുതിരരുത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. അങ്ങനെ മുതിരുകയാണെങ്കിൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള ഏത് കടുത്ത തീരുമാനങ്ങളിലേക്കും കടക്കാൻ തനിക്ക് മടിയില്ല എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ പക്കൽ ഒരു കാരണവശാലും ആണവായുധങ്ങൾ എത്തിച്ചേരില്ലെന്ന് ഉറപ്പാക്കുകയാണ് തന്റെ ഭരണകൂടത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം ആവർത്തിച്ചു.
ഒപ്പം ഹോർമുസിൽ എന്താണോ പഴയ സ്ഥിതി അതിലേക്ക് തിരിച്ചു പോകണമെന്നതുമാണ് ട്രംപ് സൂചിപ്പിച്ചത്. ട്രംപ് ഈ ഭീഷണി ഉയർത്തിയതിന് പിന്നാലെ തന്നെ ശക്തമായ പ്രതികരണവുമായി ഇറാനും രംഗത്ത് വന്നു. ട്രംപ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും യുഎസിന്റെ ഏതൊരു ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സമാധാന കരാറിൽ താൽക്കാലിക കരാറിൽ ഒപ്പിട്ടു എങ്കിലും ഇരു രാഷ്ട്രങ്ങളും വെല്ലുവിളികൾ തുടരുകയാണ്, അവരുടെ അവകാശവാദങ്ങൾ തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഹോർമുസിൽ നിയന്ത്രണവും സേവന ഫീസും വേണമെന്നതാണ് ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഹോർമുസ് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. ടോൾ ഫീസ് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇവിടെ അംഗീകരിക്കാനാകില്ല എന്ന് അമേരിക്കയും നിലപാടെടുക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഒരു രാഷ്ട്രങ്ങളും ഈ നിയന്ത്രണം ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയമാണ് അടുത്ത ആഴ്ചകളിൽ അമേരിക്ക ഇറാൻ ചർച്ചകളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആശ്വാസം എത്ര ദിവസം ഉണ്ടാകുമെന്നത് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകട്ടെ, ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത് ലോകത്തെ തന്നെ നടുക്കിയ വലിയ ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. ശക്തമായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 164 ആയിരിക്കുകയാണ്. എന്നാൽ മരണസംഖ്യ ഇതിലും കൂടും എന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. 971 പേർക്ക് പരിക്കേറ്റു എന്നതിൻ്റെ വിവരമുണ്ട്. മരണസംഖ്യ വലിയ രീതിയിൽ, അതായത് 10,000 കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതാണ് പല ജിയോളജിക്കൽ സർവേകളും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. തലസ്ഥാനമായ കാരക്കസിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 കെട്ടിടങ്ങൾ തകർന്ന് 3 പേർ മരിച്ചതായി പ്രാദേശിക മേയർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീണ് അതിനുള്ളിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് മനുഷ്യർ. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവശിഷ്ടങ്ങൾ മാറ്റി നോക്കുമ്പോഴാകും എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാവുക. അങ്ങനെ വലിയ ദുരന്തമാണ് വെനസ്വേല ഇന്ന് നേരിട്ടത്. രണ്ട് തവണയാണ് ഭൂകമ്പമുണ്ടായത്. ഒന്ന് 7.2 രേഖപ്പെടുത്തിയതും ഒപ്പം 7.4 രേഖപ്പെടുത്തിയതുമായിട്ടുള്ള 2 ഭൂചലനങ്ങൾ തുടരെ ഉണ്ടായതാണ് വലിയ സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് വെനസ്വേലയെ തള്ളിവിട്ടത്. Buenas noches al pueblo de Venezuela, a la comunidad internacional. Queremos informar que el día de hoy alrededor de las 6 de la tarde ocurrieron എന്നതനുസരിച്ച് 164 മരണം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ദുരന്തത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബഹുനില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ എത്ര പേരുണ്ട് എന്നത് ഇതുവരെയും കണക്കാക്കാനായിട്ടില്ല. അവിടെയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒപ്പം എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ നൽകുമെന്ന് ഉറപ്പാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സഹായ വാഗ്ദാനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ലോകം നടുങ്ങിയ ദുരന്തമാണ് വെനസ്വേലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും അതിന്റെ ആഘാതം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പലയിടങ്ങളിലും അത് പിൻവലിച്ചു എന്ന വിവരങ്ങളുണ്ട്. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന ചിത്രം? രേണുക, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 164 മരണം ആ കണക്കിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, പുറത്തു വരുന്ന കണക്കുകൾ പൂർണ്ണവുമല്ല. പക്ഷേ നമുക്ക് വലിയ ആശ്വാസം തോന്നാവുന്ന ഒരു കാര്യം, രാവിലെ പുറത്തു വന്ന ചില ഞെട്ടിക്കുന്ന കണക്കുകൾ അത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചില്ല. അതായത് മരണസംഖ്യ 10,000-ന് മുകളിലേക്ക് പോലും കടന്നേക്കാം എന്ന രീതിയിലുള്ള ചില ആശങ്കകളൊക്കെ രാവിലെ വന്നിരുന്നു. പക്ഷേ ആ രീതിയിലേക്കൊന്നും ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം പൂർണ്ണമല്ല. ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയം തന്നെയാണുള്ളത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ എല്ലാം സഹായം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പിന്നാലെ തന്നെ ജർമ്മനി, സ്പെയിൻ, ഇന്ത്യ, ചൈന അടക്കമുള്ള എല്ലാ പ്രധാന രാജ്യങ്ങളുടെയും പിന്തുണ, എല്ലാ സഹായങ്ങളും അവിടേക്ക് എത്തിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രത്യേക വിമാനങ്ങളിൽ അവിടേക്ക് എത്തിക്കുന്നു. അവിടെ സമൂഹ മാധ്യമങ്ങളുടെ പുനഃസ്ഥാപിച്ചു, ഇന്റർനെറ്റൊക്കെ പുനഃസ്ഥാപിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് വെനസ്വേലയെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന വലിയ തരത്തിലേക്കാണ് എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 100 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഭൂകമ്പം വെനസ്വേലയെ ബാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പ് 1900-ലാണ് 7.7 റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. ആദ്യം 2 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം 30 തുടർചലനങ്ങളും ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഞെട്ടിക്കുന്ന കണക്കുകളാണ് പല ഏജൻസികളും പുറത്തുവിടുന്നത്. അത് മരണസംഖ്യയെ സംബന്ധിച്ചുള്ള വലിയ മുന്നറിയിപ്പാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമ്പോൾ മാത്രമായിരിക്കും അവിടെ ഒരു വ്യക്തത ഉണ്ടാവുക. എന്തായാലും ലോകരാഷ്ട്രങ്ങൾ സഹായ വാഗ്ദാനവുമായി രംഗത്തും ഉണ്ട്. നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് പോകാം. അമ്മയിലെ സാമ്പത്തിക തട്ടിപ്പ് മുഴുവനായി ന്യൂസ് 18 മുന്നിൽ വെളിപ്പെടുത്തുകയാണ് അൻസിബ ഹസൻ. അൻസിബ ഈ രാജിക്ക് ശേഷം ഏറ്റവും പ്രധാനമായും നൽകുന്ന ആദ്യ ഇന്റർവ്യൂ ആണ്. അവിടെ ജനറൽ ബോഡിയിൽ പോലും പറയാത്ത പല കാര്യങ്ങളും തുറന്നു പറയുകയാണ് അൻസിബ. അംഗങ്ങൾക്ക് മരുന്ന് നൽകുന്ന സഞ്ജീവനി പദ്ധതിയിൽ നിന്ന് ഒരു വാക്ക് പറയാതെ തന്നെ ഒഴിവാക്കിയെന്നത് അൻസിബ പറയുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മരുന്ന് കമ്പനിയെ വെട്ടി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി തലപ്പത്തുള്ള ചില വ്യക്തികൾ തട്ടിപ്പ് നടത്തിയെന്നും അൻസിബ തുറന്നടിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് അൻസിബ നടത്തിയിരിക്കുന്നത്. അൻസിബയുടെ തുറന്നു പറച്ചിൽ കേൾക്കാം. സഞ്ജീവനി മെഡിസിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ അംഗമായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണന് ഒരു മെഡിസിൻ കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഞ്ജീവനി പ്രൊജക്റ്റ് ആലോചിച്ച സമയത്ത് തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞ കമ്മിറ്റിയായിരുന്നു സഞ്ജീവനി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖിക്കൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ രാജിവെച്ച് പോകുന്നതിന് മുന്നേ തന്നെ സഞ്ജീവനി പദ്ധതിയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് അറിയുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മെമ്പറല്ലേ, എന്നാൽ പിന്നെ നമ്മുടെ മെമ്പറിനല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാക്സിമം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മൾ വേറെ 2 കൊട്ടേഷനും കൂടെ വിളിച്ചു. എപ്പോഴും ഒരു 3 കൊട്ടേഷനെങ്കിലും വിളിച്ചിട്ട് ഏറ്റവും കുറവേ നമ്മൾ എടുക്കാറുള്ളൂ. വേറെയും 2 കൊട്ടേഷൻ വിളിച്ചു. ആ 2 കൊട്ടേഷനേക്കാളും കുറവ് തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഈസി പാസ്സാക്കിയതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനി മുഖേന നമുക്ക് ഈ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും സഞ്ജീവനി പദ്ധതി പ്രകാരം മെഡിസിൻസ് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ മെഡിസിൻസ് കൊടുത്തു. വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ മെഡിസിൻസ് എല്ലാവർക്കും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സഞ്ജീവനി പദ്ധതി നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുക, അവരുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഓരോ മാസവും നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചാണ് അവിടെ അൻസിബ പറയുന്നത്. പിന്നീട് ലക്ഷ്മിപ്രിയയുമായുള്ള കേസിനെ കുറിച്ചും അൻസിബ മനസ്സ് തുറക്കുന്നുണ്ട്. താൻ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട പേപ്പറിന് മുകളിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് ചോദിക്കാതെ ചില കാര്യങ്ങൾ എഴുതി ചേർത്തു എന്നാണ് അൻസിബ പറയുന്നത്. തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ നേരിട്ടത് കനത്ത മാനസിക പീഡനമാണ് എന്നും അൻസിബ പറയുന്നു. എസ്ഐയോട് സംസാരിച്ചു. എസ്ഐയോട് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത്രയും നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഇനി മാധ്യമങ്ങളിൽ അറിയിക്കാം. ഈ ഖേദപ്രകടനം നടത്തിയതിൻ്റെ ഫോട്ടോ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാനും സമ്മതിച്ചു. അപ്പോൾ എനിക്ക് പേടിയാവണുണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമോ എന്നുള്ള പേടി എനിക്ക് അപ്പോഴേ ഉണ്ട്. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇതിൽ എന്തൊക്കെ എഴുതി ചേർക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഒരു പബ്ലിക് ഡയറിയിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ ചോദിച്ചപ്പോഴേക്കും അവസാനം മാധ്യമങ്ങളിൽ അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു അൻസിബ വന്ന് ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു, മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോൾ ഞാൻ അടിയിലെ ലൈൻ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ പറഞ്ഞ ഖേദം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു മെസ്സേജ് ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ അയച്ച മെസ്സേജും അല്ല, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ്. ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എസ് ഐ എഴുതിയിട്ടുണ്ട്. അത് ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ആ കുത്ത് ഇച്ചിരി വലിയ കുത്തായിരിക്കും. ഒറ്റ ഫുൾ സ്റ്റോപ്പല്ലേ നമ്മൾ ഇടുള്ളൂ, അതിനൊരു വലിയ കുത്തുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുത്ത് ചെറുതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ലൈൻ എഴുതി ചേർത്തിട്ടുണ്ട് എസ് ഐ. ഇതിന്മേൽ പരാതിക്കാരിയുടെ ഭർത്താവിന് ഇതിൻ്റെ ഒരു കോപ്പി മൊബൈൽ ഫോണിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി അൻസിബ പറയുകയാണ്. അതിനുശേഷം കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ദൃശ്യം 3യുടെ വിജയം ഇപ്പോഴും ആഘോഷിക്കാൻ തനിക്ക് പറ്റുന്നില്ല എന്നും അൻസിബ പറയുന്നു. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നും അൻസിബ മറുപടി നൽകി. കരിയറിലെ ഏറ്റവും പീക്ക് സിനിമയായിട്ടാണ് ദൃശ്യം 3. അതിൻ്റെ പ്രൊമോഷന് പങ്കെടുക്കാനോ മര്യാദയ്ക്ക് അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാനോ എനിക്ക് ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല. സിനിമ കണ്ടത് ഞാൻ സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്.
നമ്മുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയല്ലേ അൻസിബ ഒരു നടിയാണ്, ലൈക്ക് ഒരു നായിക, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിനൻറ്റ് റോളിൽ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ അതിൻ്റെ സക്സസ് ഇപ്പോഴും അൻസിബ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെയാണ് കാണുന്നത്? ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു ടേക്ക്, ബട്ട് അറിയില്ല, എനിക്കത് അറിയില്ല. എനിക്കതിൻ്റെ സന്തോഷം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. നമ്മൾ ഈ നമ്പായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പം എനിക്കത് എൻ്റെ അടുത്ത് ഓരോരുത്തർ വിളിച്ച് അതിനെപ്പറ്റി ഓരോന്നൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ പൂർണ്ണമായും അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അൻസിബയുടെ ഈ തുറന്നു പറച്ചിലുകൾ ജീവിതത്തിലും താരസംഘടനയിലും ഒപ്പം സിനിമയിലുമൊക്കെ നേരിട്ട അനുഭവങ്ങൾ സംബന്ധിച്ചുള്ള തുറന്നു പറച്ചിലുകൾ ഈ നേരം വൈകുന്നേരത്തിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രേക്ഷകർക്ക്. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.